மார்பில் ஒழிந்து கொண்ட மாறும் வரும் കൂന്തലിൽ ഒളിந்து കൊള്ള വരവാ. സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഒട്ടേറെ കലാകാരന്മാരെ പരിചയപ്പെടാറുണ്ടല്ലേ. എന്നാൽ കാസർഗോഡ് സൂരംവയലിലുള്ള അമൽരാജ് ഒരു വ്യത്യസ്തനായ കലാകാരനാണ്. എന്താണ് അമൽരാജിന്റെ വിശേഷം എന്നല്ലേ അമൽരാജിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ടറിയാം. അമ്മ, എന്തായിരുന്നു ആ ഒരു പ്രത്യേകത? ഞാൻ ഒരു ദിവസം റാൻഡമായിട്ട് ഞാൻ സാധാരണ ഇൻസ്റ്റഗ്രാമിൽ പാട്ട് പാടിയിടുന്നതാണ്. അപ്പോൾ ഒരു ദിവസം അമ്മേനെ കൂട്ടിയിട്ട് ഒരു പാട്ട് ഞാൻ ഇട്ടായിരുന്നു. അപ്പം അമ്മ ആ പാട്ട് കേട്ടിട്ട് ഇമോഷണലി കരഞ്ഞു. അപ്പോൾ ഞാൻ അതിൽ റഹ്മാൻ സാറിനെ ടാഗ് ചെയ്തിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ചില്ല കമൻറ്റ് ഇടുന്നു. കുറച്ച് കഴിയുമ്പോൾ കമൻറ്റ് ഇട്ടു. അപ്പോൾ അങ്ങനെയാണ് സാറും സാറിൻ്റെ മകളും പിന്നെ ഹരീശ് രാമകൃഷ്ണ സാറും അങ്ങനെ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടു. ഇപ്പോൾ രജിഷ വിജയൻ മാഡവും പിന്നെ അനുഭവ പരമേശ്വരൻ്റെ ഒരു കമൻറ്റ് ഇട്ടായിരുന്നു. ആദ്യം എ ആർ റഹ്മാന്റെ അക്കൗണ്ട് വെരിഫൈഡ് അക്കൗണ്ട് നമ്മളൊരു കമന്റ് കണ്ടപ്പോൾ എന്താ തോന്നിയത്? അയ്യോ, ഞാൻ ശരിക്കും ഒരു 5-6 പ്രാവശ്യം അത് ചെക്ക് ചെയ്തു, അത് വെരിഫൈഡ് ആണോ കറക്റ്റ് ആണോ. കാരണം കുറേ ഫേക്ക് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് കുറേ ചെക്ക് ചെയ്തു. കാരണം ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കുമ്പോഴാണ് ഈ കമൻറ്റ് കാണുന്നത്. അപ്പോൾ പിന്നെ ഒന്നും കൂടി ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് സാർ തന്നെയാണ്. ഇപ്പോൾ എത്ര കാലമായി ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട്? ഇപ്പോൾ ഏകദേശം ഒരു 3-4 വർഷമായി. അപ്പോൾ ഇതിനു മുൻപ് സെലിബ്രിറ്റീസ് ഇതുപോലെ കമന്റ് ഇടുന്ന അർജുൻ അശോകൻ സർ ഒരു ഇതിൽ കമന്റ് ഇട്ടായിരുന്നു. ഇനി എന്താണ് അമലിന്റെ പ്ലാൻ? ഇപ്പൊ തന്നെ ആളുകളൊക്കെ ആദ്യമേ ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ ആളുകളുടെ ഇടയിൽ നല്ല പ്രതികരണവും അഭിപ്രായമുള്ള ആളാണ്. അപ്പോൾ അത് ഒന്നുകൂടെ ഒരു പോപ്പുലാരിറ്റി, ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് വരികയാണ്. ആൾക്കാരെ നല്ല പ്രതികരണം എങ്ങനെയുണ്ട്? പ്രതികരണം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ അച്ഛനമ്മ ചേട്ടനായാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഞാനും എക്സ്ട്രീംലി ഹാപ്പിയാണ്. പിന്നെ മ്യൂസിക്കിൽ തന്നെ എവിടെയെങ്കിലും എത്തണം എന്നാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. ഒരു സിനിമയിലൊക്കെ പാടണം, പിന്നെ സ്വന്തമായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഉള്ളത്. അപ്പോഴെന്തായാലും അമലിനെ പോലുള്ള കലാകാരന്മാർക്ക് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വലിയ സംഗീത പ്രതിഭകളൊക്കെ തന്നെ പിന്തുണയുമായി വരുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇവർക്കൊക്കെ തന്നെ വലിയ പ്രോത്സാഹനമായി മാറുന്നുണ്ട്. എ ആർ റഹ്മാൻ സാറിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള യുവ പ്രതിഭകളെ തേടിയെത്തുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാസർഗോഡ് നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.